വിൽപ്പന വിവാദത്തിൽ ഡിജിപിക്കെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങി. കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഡിജിപിക്കെതിരെ അന്വേഷണം നടത്തും. പരാതിക്കാരനായ ഉമർ ഷെരീഫിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിച്ചു. ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി കോടതി ജപ്തി ചെയ്യുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണുള്ളത്. അഞ്ജു, ഈ ഭൂമി തട്ടിപ്പ് കേസിൽ ഡിജിപിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പോലും ഈ പരാതിക്കാരൻ പരാതി നൽകിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണോ ആഭ്യന്തര വകുപ്പ് അന്വേഷണം? കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായിട്ടുള്ള ഈ ഉമർ ഷെരീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നെട്ടയത്തുള്ള ഏകദേശം 10.8 സെന്റ് ഭൂമി കോടതി ജപ്തി ചെയ്യാനുള്ള ഒരു നടപടി മുന്നോട്ടേക്ക് വന്നത്. തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടേതായിരുന്നു ആ നടപടി. ഏകദേശം 74 ലക്ഷം രൂപയുടെ കരാറിൽ 30 ലക്ഷം രൂപ ഡിജിപിയും ഭാര്യയും ചേർന്ന് വാങ്ങിയെന്നും തുടർന്ന് ഈ പരാതിക്കാരനായിട്ടുള്ള ഷെരീഫ് നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നുമാണ് അയാൾ മനസ്സിലാക്കിയത്. തുടർന്നാണ് ഈ മുൻകൂറായി 30 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റുകയായിരുന്നു ചെയ്തത്. ഇത് ആദായ നികുതി നിയമത്തിന്റെ ലംഘനമാണ്. ഒപ്പം തന്നെ ഈ ബാങ്ക് ബാധ്യത മറച്ചുവെക്കുക എന്ന് പറയുന്നത് അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. ബാധ്യത മറച്ചുവെച്ചു എന്ന് പറഞ്ഞാൽ അത് വഞ്ചന കുറ്റം ചുമത്താവുന്ന നടപടിയാണ്. അപ്പൊ പരാതി ലഭിച്ചാൽ ഡിജിപിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി. അങ്ങനെ അത്തരത്തിലൊരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാനാണ് നിലവിൽ തീരുമാനമായിട്ടുള്ള. അതിന്റെ ഭാഗമായിട്ട് ഈ പരാതിക്കാരനായിട്ടുള്ള ഉമർ ഷെരീഫിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥര് രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാധ്യത നിലവിൽ 74 ലക്ഷം രൂപയുടെ കരാറിൽ ഒപ്പിട്ടു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഡിജിപിക്കെതിരെ അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഡിജിപി ഈ ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി ഈ പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു വിശദീകരണമായിട്ട് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ ഭൂമി ഇടപാടിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങിയിട്ടില്ലെന്നും കൃത്യമായ കരാറോടുകൂടിയാണ് ഈ ഭൂമി വിൽപ്പനയിൽ ഏർപ്പെട്ടത് എന്നടക്കമായിരുന്നു ഡിജിപിയുടെ വിശദീകരണം പുറത്തു വന്നത്. അഡ്വാൻസായി പണം തന്ന ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയെന്ന അടക്കമായിരുന്നു പരാതിക്കാരനെതിരെ ഡിജിപി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിയമപരമായി താനും നേരിടും, ഈ തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നും ഇതിൽ നിയമപരമായി താൻ മുന്നോട്ട് പോകുമെന്നായിരുന്നു ഡിജിപിയുടെ വിശദീകരണം. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സേതു, ഈ അഞ്ജു ഈ പറഞ്ഞ പോലെ വഞ്ചനാകുറ്റം ചുമത്താവുന്ന കുറ്റം അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ശുദ്ധമായൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാധ്യമ വാർത്തകളിൽ വന്നതിന് പിറകെയാണ് ഇടപാടിനെ കുറിച്ചുള്ള ഒരു വസ്തുത അന്വേഷണം നടത്തുന്നത് എന്ന്. ഒപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ചൊരു പരാമർശം കേസ് ഒത്തുതീർപ്പാക്കാൻ ഉന്നതർ ശ്രമം തുടങ്ങി എന്നതടക്കമുള്ള ഒരു ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിനപ്പുറം അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പ് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഒതുങ്ങുന്നതിനപ്പുറം മറ്റാരെങ്കിലും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? മറ്റേതെങ്കിലും ഉന്നതരിലേക്കൊക്കെ പോകുന്നുണ്ടോ? സേതു, നിലവിൽ ഇപ്പോൾ ഡിജിപിയും ഭാര്യയുമായിട്ടുള്ള ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത്. പക്ഷേ ഇതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു ഗുരുതര കുറ്റമാണ്. ബാധ്യത മറച്ചുവെക്കുക എന്ന് പറയുന്നത് വഞ്ചനാകുറ്റം ഉൾപ്പെടെ ചുമത്താവുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കാവുന്ന ഒരു നടപടിയാണ്. സംസ്ഥാനത്തെ ഡിജിപിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരുന്ന സാഹചര്യം അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ അന്വേഷിക്കേണ്ടി. ഭൂമി വിൽപ്പനയിൽ കരാറിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ ഭൂമി വിൽപ്പനയിൽ ഏർപ്പെട്ടത് കൃത്യമായ കരാറോടെ എന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഡിജിപി ആവർത്തിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ പരാതിക്കാരനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിജിപിക്കെതിരെ ഭൂമി വിൽപ്പന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട്.